ഇന്നൊരു പെപ്പർ ചിക്കൻ ആയാലോ? ആദ്യം ഞാനൊരു പാന് വെച്ചു. അതിലേക്ക് കുറച്ച് കുരുമുളകും, മല്ലി, പെരുംജീരകം, നല്ല ജീരകം കുറച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഒരു വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ച് കുരുമുളക്, ഉള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അത് നന്നായി പൊടിച്ചതാണ്. ആ മിക്സും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അധികം വെള്ളം വേണ്ട. എന്നിട്ട് നമ്മൾ ഇത്തിരി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു മുറി നാരങ്ങ നീര്, മേലെ കുറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞ് പെപ്പർ ചിക്കൻ റെഡി.